കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഇത്രയും പേരുള്ളോ? കുറവാണോ? സ്റ്റുഡൻസ് കുറവാണോ? Quran, miss. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ. Ma'am, ഞാൻ ചൊല്ലാം prayer. ആ, O God, bless all with health and wealth. Bless all with money and harmony. Bless all with peace and bliss. Bless all with wisdom and your devotion. Thank you, God. yes. Thought of the day. Thought. ആരുമില്ലേ thought of the day പറയാൻ? ഞാൻ പറയാം, ma'am. ആ, Man needs difficulties because they are necessary to enjoy success. Signed by Jishana. ഓക്കെ ദിശ. Then signing. സൈനിങ് ആണ് ഇപ്പൊ ദിശ പറഞ്ഞത്. Yes, ma'am. തോട്ട് ഇല്ലേ അപ്പൊ? ഞാൻ പറയാം. മൂന്ന് രീതിയിലല്ലേ പറയാറ്? തോട്ട് ഓഫ് ദ ഡേ പറയും, പ്രയർ, തോട്ട് ഓഫ് ദ ഡേ, സൈനിങ്, അങ്ങനെയല്ലേ ചെയ്യാറ്? Yes, ma'am. മൂസിനെ പറയാന്ന് പറഞ്ഞു. Stay optimistic. Every new day offers an opportunity to improve. Thought of the day. Yes. Okay, very good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. എങ്ങനെയുണ്ടായി പെരുന്നാളൊക്കെ? പെരുന്നാൾ കഴിഞ്ഞിട്ട് ആരും വന്നിട്ടില്ല, കേറിയിട്ടില്ല ഗ്രൂപ്പില്. മുഹസിന ഉണ്ടല്ലോ, മുഹസിന. പെരുന്നാളൊക്കെ നന്നായി പോയി. ഇവിടെ എന്റെ വീട്ടിലാണ്, അങ്ങോട്ട് പോയിട്ടില്ല. ആണോ? എന്ന് നാളെ വന്നു? പോവുള്ളൂ. ഒന്നാം പെരുന്നാൾക്ക് വൈകുന്നേരം വന്നത്, ഇനി നാളെ പോവുള്ളൂ അങ്ങോട്ട്. എങ്ങനെയുണ്ടായിരുന്നു? മിസ് വിളിച്ചോ? എവിടെ, ഉറങ്ങി തീർത്ത്. എങ്ങോട്ട് പോയില്ല. അതാണല്ലോ സ്ട്രെങ്ത് കുറവ്, 36 പേരുള്ളൂ. എല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നാട്ടിൽ പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ദിവസം അവധി തന്നില്ലേ ക്ലാസ്സിന്? 2 ദിവസം അവധി ഉണ്ടായിരുന്നു. 2 ദിവസം അവധി ഉണ്ടായിരുന്നു. 2 ദിവസം തന്നു. തിങ്കളും ചൊവ്വയും ഒഴിവായിരുന്നു അല്ലേ? അതെ. Yes, ma'am.
ഇതിപ്പോ കഴിഞ്ഞത് ചെറിയ പെരുന്നാളല്ലേ? ഇനിയിപ്പോ അതെ, വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാള് വലിയ പെരുന്നാളിന് 2 മാസം കഴിഞ്ഞിട്ടല്ലേ? 2-3 മാസം. ജൂണ് ജൂലൈ ഒക്കെ ടൈമില് വലിയ പെരുന്നാൾ ഉണ്ടാവും. അതില് നമ്മിങ്ങനെ നോമ്പെടുക്കണോ? വേണ്ടല്ലോ. ഇല്ല ഇല്ല, നോമ്പില്ല. ഇല്ല, അങ്ങനെയില്ല. എന്നിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചോ എല്ലാവരും? യെസ് മാം, ബിരിയാണിയൊക്കെ ആയിരുന്നു. ഞാൻ മന്തിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഏ ഞാൻ മന്തിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉണ്ടാക്കി. ഓക്കെ, നല്ലായിരുന്നാണോ? ഓ, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതേനു. എന്ത് മന്തിയായിരുന്നു? എന്തായിരുന്നു സ്പെഷ്യൽ അതില്? ചിക്കൻ. ചിക്കൻ. എങ്ങനെ കുക്കറിലാണോ ചെയ്തത് അല്ലെങ്കിൽ? അല്ല, കുക്കറിലല്ല. കുക്കറിൽ വെച്ചാല് എല്ലാവർക്കും കൂടി തികയൂല. ജനസംഖ്യ കൂടുതലാണ്. ഓക്കെ. ജോയിന്റ് ഫാമിലി ആണോ? എങ്ങനെ? ജോയിന്റ് ഫാമിലി ആണോ നിങ്ങൾ? അധികം മെമ്പേഴ്സ് അതെ അതെ. കുക്കർ പോരാതെ വരും അല്ലേ? പെരുന്നാളായിട്ട് ഡ്രസ്സ് കിട്ടാ കുട്ടികൾക്കൊക്കെ? എടുത്തു മാം. ഞങ്ങൾ ഇവിടെ പെരുന്നാളൊക്കെ ആഘോഷിച്ചു കേട്ടോ. ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു മാം? ബിരിയാണി ഉണ്ടാക്കില്ല, മൈലാഞ്ചി ആഘോഷിച്ചു. ഓക്കെ. പിന്നെ MT8 ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഒപ്പനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക്. MT8 കണ്ടിരുന്നത് നിങ്ങൾ ഗ്രൂപ്പിലെ? ഇല്ല മിസ്സേ. ഇല്ല. അവർക്ക് റംസാനല്ലേ എന്ന് വെച്ച് ജസ്റ്റ് സംസാരിച്ചതാ. അപ്പൊ നിങ്ങൾക്ക് ഒപ്പന എന്താണ് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു മണവാട്ടിനെ സെറ്റ് ചെയ്ത് കൊടുത്തു, പിന്നെ ചുറ്റുള്ള തോഴിമാര് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് പാട്ടൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതൊന്ന് സൂമിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അവരെല്ലാം അറേഞ്ച് ചെയ്യിപ്പിച്ചു. ഒപ്പന മാത്രം ഉണ്ടായിരുന്നു അറേഞ്ച് ചെയ്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. 28 പെരുന്നാളിന് മുമ്പ് 28 നമ്മൾ ചെയ്തത്. വെള്ളിയാഴ്ചയാണ് എനിക്ക് എന്റെ പിരീഡ് വരുന്നത്. പക്ഷെ ഇവര് എന്ത് ചെയ്തു? ഇവര് എല്ലാവരും കൂടി കോർഡിനേറ്റ്, ഞാൻ പറഞ്ഞില്ല MT8 ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് അവര്. അവര് 19 പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്തു. 19 പ്രോഗ്രാംസ് വിത്ത് ആങ്കറിങ് ഉൾപ്പെടെ. 2 ഒപ്പന ഉണ്ടായി, 3-4 സെറ്റ് ഓഫ് മാപ്പിള പാട്ടുണ്ടായി, സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു, തോട്ട്സ്, സ്പീച്ച്, ഒരു രക്ഷ ഉണ്ടായില്ല. 12:45 കഴിഞ്ഞിട്ടുണ്ടാണ് പരിപാടി തീർന്നത്. നല്ല പരിപാടിയായിരുന്നു റംസാന്റെ. ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടൊന്നും റംസാൻ ആഘോഷിക്കുന്നത്. അപ്പൊ അതെങ്ങനെ മിസ്സേ? അതൊക്കെ ചെയ്തതും അതൊക്കെ എന്തോ നടന്നു. ഒപ്പന ആയപ്പോ നല്ല ഭംഗി. അവര് കംപ്ലീറ്റ് എല്ലാ ഓർണമെന്റ്സ് ഇട്ട് മണവാട്ടി നന്നായി ഒരുങ്ങി എക്സ്പ്രഷൻസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടോ. മുനീറാമെന്ന കുട്ടിയായിരുന്നു ഉണ്ടായത്. 2 സെറ്റ് ഒപ്പന ഉണ്ടായി. ഒരു സെറ്റില് മണവാട്ടി ഉണ്ടായിരുന്നു, ഒരു സെറ്റില് മണവാട്ടി. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ടീച്ചർ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ പിൻ ചെയ്തു മണവാട്ടിനെ. അപ്പുറം ഇപ്പുറം 4 പേരെ പിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഒപ്പനയായിട്ട് മനസ്സിലാവുമല്ലോ ഒപ്പനയാണ് കളിക്കുന്നത്. പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല സ്പീച്ച് ഒക്കെ പറഞ്ഞവര്. പിന്നെ മാപ്പിളപ്പാട്ട് നല്ല രസമുണ്ടായി. അപ്പൊ കുറച്ച് വരികൾ ഓരോരുത്തർ പാടും. ഇപ്പൊ ദീപിക ഒരു വരി കുറച്ച് വരി പാടാണെങ്കിൽ ഫാത്തിമ അടുത്ത നെക്സ്റ്റ് വരി ഫാത്തിമ, അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തവർ പാടും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തവര്. ഓക്കെ, ഞങ്ങൾ ഗ്രൂപ്പിൽ കാണാൻ പറ്റുമോ മിസ്സേ? യൂട്യൂബിൽ കാണാൻ പറ്റുമോ? യൂട്യൂബിലുണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. അല്ല, യൂട്യൂബിൽ നമുക്കുണ്ടല്ലോ. യൂട്യൂബില് MT8 ക്ലാസ് നോക്കിയാൽ മതി. MT8 സെലിബ്രേഷൻ നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഭക്ഷണം കഴിച്ചു തുടങ്ങിയില്ല എല്ലാവരും? ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി മിസ്സേ. PDF കാണാമോ? കാണാം. ഓക്കെ. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. നമ്മള് പാർട്ട് 4 യൂണിറ്റ് 1 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ എടുത്തു. നെക്സ്റ്റ് വരുന്നത് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. ഒരാളൊന്ന് വായിക്കാമോ? സ്മിത.
മാം ഞാൻ പുറത്തേണ് ഉള്ളത്. ഏ ഞാൻ പുറത്താ ഉള്ളത്, വീട്ടിലില്ലേനു. വീട്ടിലില്ലേ? ഓക്കെ, വേണ്ട. ഓക്കെ, പിന്നെ ആരാ വായിക്കുന്ന? ആരെങ്കിലും ഒരാൾ വായിക്കും. ഞാൻ വായിക്കാം മിസ്. ഞാൻ വായിക്കാം മാം. രണ്ടുപേരും മതി. ആര് വായിക്കും? സജിത്ത് വായിക്കാമോ? Okay, miss. Canvassing and propaganda. Most of the nursery schools with poor strength feel that they should make propaganda and canvas to get students. They do the advertisement work and employ the teaching staff to issue brochures and to go for door canvas to collect vigor. The strength of any school is not rising in multiples, it rises only in addition. So it says door canvassing is not giving strength, but sometimes it gives detrimental effect also. Sometimes the prestige of the teacher can't escape or avoid these campaigns with a tricky plan that will not only make the management mistake her but also her co-teachers to think her a clever person. In spite of avoiding, she can keep herself one among the others. ഓക്കെ, Okay. യെസ്. ഓക്കെ സുജിത, നോക്കൂ, എന്താണ് ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗൻഡാസ് എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, ക്യാൻവാസിങ് എന്താണ്, പ്രൊപ്പഗൻഡാസ് എന്താണെന്ന്. എന്താണ്? കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ മുന്നിട്ടിറങ്ങും. യെസ്, ഓക്കെ. അപ്പോൾ നോക്കാം, മോസ്റ്റ് ഓഫ് ദ നഴ്സറി സ്കൂൾസ് വിത്ത് പുവർ സ്ട്രെങ്ത് feel that they should make propagandas and canvas to get students. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ക്യാൻവാസിങ് പ്രൊപ്പഗൻഡാസ് ഒക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഈ ക്യാൻവാസിങ് പ്രചരണം ഒക്കെ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് എങ്ങനെയുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാണ്? പുവർ സ്ട്രെങ്ത് ഉള്ള സ്കൂളുകൾ അല്ലെ? പുവർ സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ കുറവുള്ള സ്കൂളുകൾ. ഓക്കെ അല്ലെ, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, കുട്ടികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇയറിലും ഓരോ അക്കാദമിക് ഇയറിലും ടീച്ചേഴ്സ് പോയിട്ട് ക്യാൻവാസിങ് നടത്തി കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയുള്ള സ്കൂളിലാണ്? കുഞ്ഞുങ്ങൾ കുറവുള്ള സ്കൂളുകൾ, പുവർ സ്ട്രെങ്ത് ഉള്ള സ്കൂളുകളിലാണ് എന്താണ് കൂടുതലായിട്ടും എന്താ ഈ പ്രൊപ്പഗൻഡാസും ക്യാൻവാസിങ്, ഈ പ്രചരണവും ക്യാൻവാസിങ് ഒക്കെ ആവശ്യമായി വരുന്നത്. They do the advertisement work and employ the teaching staff to issue the brochures and to go for the door canvas to collect vigor. അവർ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് ഈ ക്യാൻവാസിങ് നടത്തുന്നത് ടീച്ചേഴ്സ്? അഡ്വർടൈസ്മെന്റിലൂടെ അല്ലെ? ടീച്ചിങ് സ്റ്റാഫുകൾ അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കി, അല്ലെങ്കിൽ ബ്രോഷേഴ്സ് തയ്യാറാക്കി. ബ്രോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ബ്രോഷർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ബ്രോഷർ എന്താണ്? ഒരു നോട്ടീസ് അല്ലെ? ബ്രോഷർ സ്കൂളിന്റെ പിക്ചർ ഉണ്ടാവും, സ്കൂളിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പ്രധാന അധ്യാപകരുടെ ഫോട്ടോസ് ഉണ്ടാകും, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ബ്രോഷറിൽ തയ്യാറാക്കും. വളരെ കളർഫുൾ ആയിരിക്കുള്ളൂ. കണ്ടിട്ടില്ലേ നിങ്ങൾ ബ്രോഷേഴ്സ്? ജ്വല്ലറിയുടെ പരസ്യം അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ലേ ബ്രോഷേഴ്സുകള്? ചിലത് ഇങ്ങനെ 3 മടക്കിലുണ്ടാവും, മടക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അത്തരത്തില് ബ്രോഷേഴ്സ് അഡ്വർടൈസ്മെന്റ് ഒക്കെ തയ്യാറാക്കി, അത് പരസ്യമാണ് ശരിക്കും അല്ലെ? അത്തരത്തിൽ തയ്യാറാക്കിയിട്ടാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്? ഡോർ ക്യാൻവാസിങ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ടു കളക്ട് വൈഗർ. വൈഗർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ലൊരു വീര്യത്തിലാണ്, ഒരു വീര്യം മീൻസ് കോൺഫിഡൻസോടെ കൂടി ആയിരിക്കും അവർ ഡോർ ക്യാൻവാസിങ് ചെയ്യുന്നത്. തന്റെ കയ്യിൽ ബ്രോഷർ ഉണ്ടായിരിക്കും, അവർ ആ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങള് പാരന്റ്സിനോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സ്കൂള് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്കൂളാണ്, നല്ല അക്കാദമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന സ്കൂളാണ് എന്ന് പറഞ്ഞ് നമ്മളെ സ്കൂളിന് എത്രത്തോളം ഉയർത്തി പറയാൻ സാധിക്കും അത്രത്തോളം ഉയർത്തി പറഞ്ഞിട്ടായിരിക്കും ടീച്ചേഴ്സ് ഡോർ ക്യാൻവാസിങ് ചെയ്യുന്നത്. ഡോർ ക്യാൻവാസിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടായിരിക്കും അല്ലെ? കുറച്ച് ടീച്ചേഴ്സ് അതിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, കുറച്ച് നല്ല മിക്ക ടീച്ചേഴ്സും അതിന് പോകേണ്ടതായിട്ട് വരും.
അപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈം ആകുമ്പോ തന്നെ കുറെ ടീച്ചേഴ്സ് ഇപ്പൊ നമ്മുടെ വീടുകളിൽ വരും, കുട്ടികളെ ഇന്ന സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ട്. വന്നിട്ടുണ്ടോ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ? വരാറുണ്ടോ? ഇപ്പം വന്നിട്ട് പോയുള്ളൂ മിസ്സേ. ആണോ? ഇപ്പൊ വന്നിട്ട് പോയുള്ളൂ. അപ്പൊ പറയൂ അറഫ, അവരെന്താ പറഞ്ഞേ? ഇപ്പം തൊട്ട് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചാലേ കുഞ്ഞുങ്ങളുടെ മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. ഒരു അവനും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് വേറെ ശ്രദ്ധയിലേക്ക് പോകും. ഇപ്പോഴാണെങ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് മെമ്മറിയിൽ എപ്പം വേണേലും ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴേ ചേർക്കണം. എന്റെ കുഞ്ഞിന് 3.5 വയസ്സായതേ ഉള്ളൂ. സ്കൂളിൽ നിന്നാണ്? ഇവിടെ അടുത്തൊരു സ്കൂളാണ്. അവിടെ LKG UKG CBSE, ബാക്കി 4ാം ക്ലാസ് വരെ നമ്മുടെ സ്റ്റേറ്റ്. അപ്പം എന്തെങ്കിലും തന്നിരുന്നോ? നോട്ടീസ് അങ്ങനെ ഇല്ല എന്തെങ്കിലും തന്നില്ല? ഇല്ല ജസ്റ്റ് പറഞ്ഞിട്ട് പോയി അല്ലേ? അവർ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ വീണോ? നമ്മള് ഒന്നും തീരുമാനിച്ചില്ല. കുഞ്ഞിന് 3.5 വയസ്സായിട്ടുള്ളൂ. കാരണം നമ്മൾ തിരക്കിയെടുത്തെല്ലാം പറഞ്ഞത് 4 വയസ്സ് പൂർത്തിയായി. അവർ പറഞ്ഞിട്ട് അവർക്ക് അത്രയ്ക്കൊന്നും തോന്നിയൊന്നുമില്ല അല്ലെ? ആ സ്കൂളിൽ ചേർക്കണമെന്ന് തോന്നിയില്ല. അതെന്താന്ന് വെച്ചാല് നമ്മള് നേരത്തെ 1-2 സ്കൂളിൽ അന്വേഷിച്ചപ്പം അവിടെ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് 6ാം വയസ്സിൽ 1ാം ക്ലാസ് വന്നാലേ, ഇപ്പം പുതിയ നിയമം വരുമല്ലേ, അത് കാരണം ഇപ്പം ചേർത്താലും ഒരു കൊല്ലമൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഇരിക്കേണ്ട വരുമെന്നത് കാരണം നമ്മള് നേഴ്സറിയിലോട്ട് തന്നെ ഇരുത്താന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുന്നത്. കാരണം അവര് പറഞ്ഞത് നമ്മൾ അത്ര വലിയ വയസ്സായി? ഇപ്പൊ 3.5 വയസ്സ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. സെപ്റ്റംബറിലെ 4 വയസ്സാക്കും. പ്രീകെജിയിലാണോ? 4 വയസ്സിലല്ലേ നമ്മൾ അതെ അതെ, 4 വയസ്സിൽ ഇരുത്താനാ. അപ്പൊ സെപ്റ്റംബറിലെ 4 ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ 1-2 അന്വേഷിച്ചപ്പോ ജൂണിൽ 4 പൂർത്തിയായാലേ ഇരുത്താൻ പറ്റത്തുള്ളൂ എന്ന് അവര് പറഞ്ഞേക്കുന്നേ. അപ്പൊ ഇവര് പറയുന്ന കുഴപ്പമില്ല എന്ന് പറയുമ്പോ നമ്മളത്ര ഗവനിച്ചില്ല. അവരുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അല്ലേ? അതെ. മനസ്സിലായോ? എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു? 6 ടീച്ചർമാരുണ്ടായിരുന്നു. 6 ടീച്ചർമാരെ. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലായത് എങ്ങനെയാണ് പഠിപ്പിക്കുന്ന സംഭവം അല്ലെ? ഓക്കെ, അത് മാക്സിമം പറയല്ലേ, അവരുടെ കഴിവിന്റെ മാക്സിമം അവർ പറഞ്ഞ് കുട്ടികളുടെ സ്ട്രെങ്ത് കൂട്ടാനും ശ്രമിക്കുമോ? The strength of any school is not rising in multiples. It rises only in addition. ഇവിടെ നമ്മള് വേറൊരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, സ്കൂളുകളുടെ എണ്ണം കൂട്ടലാണോ നമ്മളുടെ ശരിക്കും പറഞ്ഞ ക്യാൻവാസിങ്ങിലൂടെ വേണ്ടത്? സ്കൂളിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്തരത്തില് പ്രചരണത്തിന് നടത്തുന്നത്? അല്ല, കുട്ടികളുടെ എണ്ണമാണ് കൂട്ടുന്നത്. സ്കൂളുകളുടെ എണ്ണം ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അല്ലെ? ഒരു ബിസിനസ് പർപ്പസ് പോലെ അതിൽ നടക്കുന്നില്ല. അപ്പൊ കുട്ടികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. കുട്ടികളുടെ ഇറ്റ് റൈസസ് ഓൺലി അഡീഷൻസ്, അത് എണ്ണം കൂട്ടലുകളാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് അവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. സോ ഇറ്റ് സേസ് ഡോർ കാൻവാസിംഗ് ഈസ് നോട്ട് ഗിവിംഗ് സ്ട്രെങ്ത് ബട്ട് സംടൈംസ് ഇറ്റ്സ് ഗിവ് ഡിറ്റർമിനൽ എഫക്ട്സ് ഓൾസോ. അപ്പൊ ഈ ഡോർ കാൻവാസിങ്ങിലൂടെ നമുക്ക് അങ്ങനെ എല്ലാ കുട്ടികളെയും നമുക്ക് അതിൽ ചേർക്കാനായിട്ട് പറ്റുമോ? എല്ലാ അധ്യാപകരും പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ പാരന്റ്സ് പറഫ് പറഞ്ഞാണ് ഇപ്പൊ അവരതിൽ നിന്ന് പിന്മാറിയ പോലെയാണ് നിൽക്കുന്നത് അല്ലെ? അവർക്ക് താല്പര്യം വന്നിട്ടില്ല. എല്ലാ പാരന്റ്സും ഇതേപോലെ ഇങ്ങനെ സംഭവിച്ചെന്ന് വരുമോ? നല്ലൊരു എഫക്ട് മാത്രമായിരിക്കും ഡോർ കാൻവാസിംഗിൽ കിട്ടുന്നത് ആയിരിക്കോ? ഇങ്ങനെ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്? ദോഷകരമായ ഒരു എഫക്റ്റും സംഭവിക്കാം അല്ലെ? പറയുന്ന പറച്ചില്ല ചിലവർ പറയുന്ന സമയത്ത് ക്യാൻവാസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമ്മളെ പറഞ്ഞതിൽ ആ സംഭവത്തിലേക്ക് അവരതില് നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. അതാണ് ശരിക്കും ക്യാൻവാസിങ് എന്ന് പറയും. ഇപ്പൊ സ്കൂളിന്റെ കാര്യം പോട്ടെ, നമ്മുടെ വീടുകളിൽ പർച്ചേസിങ് തന്നെ സാധനങ്ങൾ വിൽക്കാൻ വന്ന് കുറെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ നമ്മള്? ഇപ്പൊ എന്താ പറയാ, ചായപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള്, അല്ലെങ്കിൽ എന്താ ബ്രഷ്, മറ്റു മെറ്റീരിയൽസ് അങ്ങനെ കൊണ്ടുവരുന്നവരില്ലേ? ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വരുന്നവര് പ്രൊഡക്ട്സ് ആയിട്ട് വീട്ടിൽ അങ്ങനെ വരാറുണ്ടോ? ബാഗ് ചെക്കി വരാറുണ്ട്. അവർ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ചില നല്ല വാക്ചാമർത്ഥ്യമുള്ള ജോലിക്കാരാണെങ്കിൽ നമ്മളേക്കും എന്തെങ്കിലും ഒരു സാധനം ഒരു വാങ്ങിച്ചിരിക്കും. ഉറപ്പല്ലേ? അതെ, അതാണ് ശരിക്കും ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാക്കുകൊണ്ട് നിൽക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. നന്നായിട്ട് പറഞ്ഞ് നമ്മൾ കൺവീൻസ് ചെയ്യണം അല്ലെ? പറഞ്ഞ് കൺവീൻസ് ചെയ്യാം. പറയുമ്പോൾ ടീച്ചർ പറയുന്ന സമയത്ത് എനിക്ക് കുട്ടി അവിടെ പഠിച്ചാൽ മതി എന്നുള്ളൊരു തോന്നല് പാരന്റ്സിന് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. അതായത് ചെന്ന് ഒരു ബ്രോഷർ കൊടുത്ത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ചേർക്കണം കേട്ടോ, കുട്ടിയെ ചേർക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ആരും മൈൻഡ് ചെയ്യില്ല.
എഫക്റ്റീവ് ആയിട്ട് അത് പറയാൻ ശ്രമിക്കണം. ഇന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ട്. തന്റെ കുട്ടി അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് കുഞ്ഞിന് ഉണ്ടാകും എന്നുള്ള രീതിയിലായിരിക്കണം അവതരിപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമേ പാരന്റ്സ് വീട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വന്നെന്നിരിക്കാട്ടോ. അപ്പൊ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റണം. ഓക്കെ, അഡ്മിഷൻ ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് എന്താണ് ക്യാൻവാസിങ് ഡിറ്റർമിനൽ എഫക്ട് നൽകും, ദോഷകരമായിട്ടുള്ള എഫക്ട് നൽകാറുണ്ടെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചിലവര് പറയുമ്പോൾ നല്ല രീതിയിൽ അത് ചിലപ്പോൾ അവതരിപ്പിച്ചെന്ന് വരില്ല. അപ്പൊ എന്താണ് ചിലപ്പോൾ അവർ ചേർക്കാന്ന് വിചാരിച്ച് നിന്നതായിരിക്കാം. പക്ഷെ ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ചിലപ്പോൾ സംസാരത്തിൽ നിന്ന് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ദോഷകരമായിട്ടും അത് ബാധിച്ചെന്നും വരും. ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായില്ലേ, എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റിൽ നെഗറ്റീവ്സ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാരന്റ്സ് ചേർത്തുന്നിരിക്കില്ല കുട്ടിനെ. അപ്പൊ ചില സമയത്ത് ക്യാൻവാസിന്റെ ചില സമയം അപകടകരമാണ്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിൽ എന്താണ് അതെന്ത് കാര്യം അങ്ങനെ തന്നെയാണ് അല്ലെ. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. Sometimes the prestige of the teachers cannot escape or avoid these campaigns with a prickly plan that will not only make the management mistake her, but also her co-teachers to think her a clever person. ഇവിടെ എന്താ പറയുന്നത്? ഇനി ഈ ക്യാൻവാസിങ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് അല്ലെങ്കിൽ പറയുന്നതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി പിള്ളേരെ പിടിക്കാൻ പോണം അല്ലെ, പിള്ളേരെ പിടിക്കണം, ക്ലാസ്സിൽ അഡ്മിഷൻ എന്താ പറയാ സ്ട്രെങ്ത് കുറഞ്ഞു. അതൊരു ബുദ്ധിമുട്ടാണ്, ബേർഡൻ ആയിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഉണ്ട്. നമുക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. എല്ലാ വീടുകളിലും പരിചയമില്ലാത്ത വീടുകള് എങ്ങനെ ഒരു റെസ്പോൺസ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ചമ്മല് നമുക്കുണ്ടാവും. എന്തോന്നാലും എല്ലാവർക്കും അത് ഉള്ളതാണ്. എങ്ങനെ അത് കൈകാര്യം ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം 2-3 വീടുകൾ കഴിയുമ്പോൾ നമ്മൾ ഓക്കെയോ എങ്കിലും ഫസ്റ്റ് നമുക്ക് അതിലേക്ക് ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിയല്ലേ പറഞ്ഞത്? ശരിയല്ലെന്നുണ്ടോ? അതെ മിസ്സേ. അത് ചില ടീച്ചേഴ്സ് അവർക്ക് പ്രസ്റ്റീജ്, അവർക്കൊരു എന്താ പറയാ, അവർക്ക് ഭയങ്കര കുറച്ചിലായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ പോവാന്നുള്ളതൊക്കെ. പക്ഷെ അതപ്പോ അവരെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഈ ക്യാമ്പയിനിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് മാക്സിമം ഒഴിഞ്ഞു നിൽക്കാനൊക്കെ നോക്കും. അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാവാറുമുണ്ട്. അത് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ്. That will not, അങ്ങനെ മാറി നിൽക്കുന്ന ടീച്ചേഴ്സിന് ഒരിക്കലും എന്താണ്, that will not only make the management mistake her, but also her co-teachers to think her clever person. പക്ഷെ ഇവിടെ ആ ടീച്ചർ മാറി നിൽക്കുന്നു പറഞ്ഞത് ആ ടീച്ചറിനെ സ്കൂളിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റു അധ്യാപകർക്ക് ആ ടീച്ചറിനോട് മറ്റു രീതിയിലുള്ള യാതൊരു വികാരങ്ങളോ തോന്നേണ്ട കാര്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അതായത് സഹാധ്യാപകർ എന്ന് വെച്ചാൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എന്താണ് ഒരു 5 പേര് പോവാൻ പറഞ്ഞു. അപ്പൊ 5ാമത്തെ ആൾക്ക് പോകാൻ താല്പര്യമില്ല. ആൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവായി എന്ന് വിചാരിച്ച് സ്കൂൾ മാനേജ്മെന്റിനോ കൂടെയുള്ള ടീച്ചേഴ്സിനോ യാതൊരു വിധത്തിലെ ബുദ്ധിമുട്ടുകളോ ആ ടീച്ചറിനോട് കാണിക്കാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിലുമാണ് അവിടെ പറയുന്നത് കേട്ടോ. യെസ്, in spite of avoiding, she can keep herself one among others. ഇനി ക്യാൻവാസിംഗിൽ നിന്ന് ആ ടീച്ചർ മാറി നിന്നാലും എന്താണ്, ആ ടീച്ചർ സ്കൂളിന്റെ ഒരു ടീച്ചറായിട്ട് തന്നെ നമുക്ക് അവിടെ തുടരാൻ പറ്റും. നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആക്ടിവിറ്റി തന്നു അല്ലെങ്കിൽ ഒരു ജോലി തന്നു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഒരിക്കലും മാറ്റിയെടുക്കാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട എന്താണ്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറാം എന്ന് കരുതി നമ്മൾ ആ സ്കൂളിൽ നിന്ന് നമ്മുടെ ജോലിയിൽ നിന്നോ പിരിച്ചുവിടില്ല. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ സ്കൂളിൽ ചേർന്നതിന് ശേഷം പെർമനന്റ് ആയിട്ട് സ്റ്റാഫായി, പെർമനന്റ് ടീച്ചറായി, നെക്സ്റ്റ് ഇയർ ഇപ്പൊ അക്കാദമിക് ഇയർ തീർന്നു, ഇപ്പൊ ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറവാണ്. അപ്പൊ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ പറയാണ്, ആരാണ് ഫാത്തിമ അല്ലെങ്കിൽ വൃന്ദ, നിങ്ങള് ഇത്ര ടീച്ചേഴ്സ് ഒന്ന് പോയി ക്യാൻവാസിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമോ? മിസ്സേ, ഞാന് TTC പഠിച്ചപ്പോ ഞങ്ങൾ ഇതേപോലെ പോയിരുന്നു. അവിടെ സ്കൂളില് 1ാം ക്ലാസ് മുതൽ KG ഉണ്ടായിരുന്നു, പിന്നെ 1 മുതൽ 5 വരെയും പിന്നെ TTC അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ഇതേപോലെ സർവേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വെച്ചിരുന്നു അവിടുത്തെ സാറ്.
ഒരാൾക്ക് ഓക്കെ. ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു 50 വീട് കവർ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ക് തന്നിട്ട് ഞങ്ങളെ പറഞ്ഞയക്കും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത്ര വീടുകൾ കവർ ചെയ്യണമെന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാവും. പറയാൻ വിട്ടുപോയി. പറഞ്ഞ ഓർത്ത് നന്നായി. മാക്സിമം 50 വീട് അല്ലേടോ? 50 വീടല്ലേ? 50 വീട് കവർ ചെയ്യുക. അതിനുള്ള അവർക്ക് നമുക്കുള്ള ഓട്ടോ ചാർജൊക്കെ അവർ തരും, സ്കൂളിൽ നിന്ന് തരും. എന്നിട്ട് നമ്മൾ ഇവരെ പോയിട്ട് അതിന്റെ പേരും ഒക്കെ ശേഖരിച്ച് വരിക, നമ്പറൊക്കെ ശേഖരിച്ച് വരിക. എന്നിട്ട് ഇവർ ഇവിടെ ഇരുന്നിട്ട് അവർക്ക് വിളിക്കുക ചേർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങള് ഫാത്തിമ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ അങ്ങനെ ഒരു ജോലി തന്നെ നിങ്ങൾ ചെയ്യില്ലേ? പറ്റുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ക്ലാസ്സിനെയും കൂടി ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തേ മതിയാവും അല്ലെ? നമുക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? കുട്ടികൾ ഉണ്ടായിരിക്കണം അല്ലെ? ഡിവിഷൻസ് വേണം. ഓക്കെ, ആ ഒരു കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പൊ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ ഡിവിഷൻസിന് വേറെ കോളിംഗ് ഒന്നും വന്നില്ലെന്നാണെങ്കിൽ നമുക്ക് വേണ്ട, മാറി നിൽക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാറി നിൽക്കുന്നതിന് പ്രശ്നമില്ല. ഒരിക്കലും സ്കൂളിൽ നിന്ന് നമ്മൾ പുറത്താക്കിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ ക്യാൻവാസിങ്ങിന് പോകേണ്ടതാണ് കേട്ടോ. നമ്മളുടെ ഭാഗത്തു നിന്ന് ഇപ്പോ അധ്യാപകർക്കാണ് പാരന്റ്സിനോട് പറയാൻ പറ്റുള്ളൂ നമ്മുടെ സ്കൂളുകളെ പറ്റി എങ്ങനെയാണെന്നുള്ളത് പറയാൻ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളവർ ആരാണ്? അധ്യാപകർ തന്നെയാണ്. തന്റെ സ്കൂളിനെ പറ്റി പറയാൻ ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അധ്യാപകരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അധ്യാപകരെ എന്തിനു വിടുന്നത്? ക്യാൻവാസിങ് ചെയ്യുന്നതിനായിട്ട് വിടുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ക്യാൻവാസിങ്സിന് പറഞ്ഞു. ഇനിയിപ്പോ ടൈപ്സ് ഓഫ് ക്യാൻവാസിങ് ആണ് നമ്മൾ നോക്കുന്നത്. ടൈപ്സ് ഓഫ് ക്യാൻവാസിങ്. ഇവിടെ 2 തരത്തിലുള്ള ക്യാൻവാസിങ് പറയുന്നുണ്ട്. 3 വരുന്നുണ്ട്. ഇവിടെ 2 പറയുന്നത്. ഒന്ന് ഇൻഡോർ ക്യാൻവാസിങ് ആൻഡ് നെഗറ്റീവ് ക്യാൻവാസിങ്. എന്താണ് ഇൻഡോർ ക്യാൻവാസിങ് ആൻഡ് നെഗറ്റീവ് ക്യാൻവാസിങ്? ഞാനൊരു കാര്യം ആദ്യമേ പറയാം. നമ്മുടെ ഈ ടെക്സ്റ്റിൽ കുറച്ച് മിസ്റ്റേക്സുകൾ ഉണ്ട് ഇവിടെ എവിടെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഇൻഡോർ ക്യാൻവാസിങ് എന്താണ്, നെഗറ്റീവ് ക്യാൻവാസിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളപ്പോ അതൊന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് പഠിക്കുക, അത് പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻഡോർ ക്യാൻവാസിങ് എന്താണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. മനസ്സിലാവുന്നുണ്ടാന്ന് നോക്കി. ഇൻഡോർ ക്യാൻവാസിങ് മാത്രം ഒന്ന് വായിക്കൂ. മനസ്സിലായെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ ഡിസിപ്ലിൻ ഉണ്ട്, സ്ട്രിക്റ്റ് ആണ്, അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാൻവാസിങ്. അത്രേ ഉള്ളൂ. എങ്കിലും അത് എന്താണെന്ന് മനസ്സിലായോ? ഇൻഡോർ ക്യാൻവാസിങ് ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റുമോ? പറഞ്ഞോ. മാം, ജില്ല കുട്ടികളിനെ തന്നെ നല്ലോണം പഠിത്തം കൊടുത്ത് ഡിസിപ്ലിനിൽ വെച്ച് അവരിനെ തന്നെ സ്കൂള് വിട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാൻവാസിങ് ആണോ? ഞാനൊന്ന് പറഞ്ഞു നോട്ടെ. നിങ്ങൾ എഴുതിയെടുത്തോ, കുഴപ്പമൊന്നുമില്ല. അത് പഠിച്ചാൽ മതി. എളുപ്പമാക്കി തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ക്യാൻവാസിങ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് പറഞ്ഞിട്ട് പറയാം. ഓക്കെ. ടൈപ്സ് ഓഫ് ക്യാൻവാസിങ് നോക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. The first type of canvassing is called door-to-door canvassing. അത് നമുക്കറിയാലോ. door-to-door canvassing എന്താണെന്ന് നമ്മള് സ്കൂളിൽ വീടുകളിൽ പോയിട്ട് ക്യാൻവാസിങ് നടത്തുന്നത്. To introduce the school in the first years. ഇപ്പോൾ ഡോർ ക്യാൻവാസിങ് നടക്കുന്നത് എപ്പോഴാണ്? ഏത് സമയത്താണ്? സ്കൂളിന്റെ ആദ്യഘട്ടത്തിൽ അല്ലെ? എപ്പോഴാണ്? ഫസ്റ്റ് ഇയർ. അത് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ക്യാൻവാസിങ് ചെയ്യുന്നത്. We may take the kind of canvassing. Thereafter, door-to-door canvassing will lose the notoriety of the school. Wall posters, notice, advertisement, and propaganda. The kind of advertisement will also be business type. This is not giving a successful result. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഈ door-to-door canvassing എന്താണ്? ഒരേപോലെ തന്നെ സ്കൂളിന്റെ നൊട്ടോറിറ്റിനെ ബാധിക്കുന്നു. നൊട്ടോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ചില സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കമന്റ്സ് ടീച്ചേഴ്സിന്റെ വന്നു പോയി കഴിഞ്ഞാൽ ആ സ്കൂളിനെയായിരിക്കും ബാധിക്കുന്നത്. നൊട്ടോറിറ്റി മീൻസ് കുപ്രസിദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ. മോശമായിട്ടൊക്കെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അവർ പാരന്റ്സ് അറിയും. ഇപ്പൊ ഡോർ ക്യാൻവാസിങ് കഴിഞ്ഞാലും
ടീച്ചേഴ്സ് പോയതിനു ശേഷം എന്താണ് ആരെങ്കിലും വന്ന് പറയോ മോശമായ ഒരു സ്കൂളാണ് പറഞ്ഞ സ്കൂളിനെ കുപ്രസിദ്ധി, അതായത് സ്കൂളിന്റെ പ്രസിദ്ധി തീർക്കുന്ന രീതിയിലുള്ള മോശമായ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എന്താണ് പാരന്റ്സ് അവിടെ കുട്ടികളെ ചേർക്കുന്നില്ല. ഓക്കെ. പിന്നെ വാൾ പോസ്റ്റേഴ്സ്, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് പ്രൊപ്പഗണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള ഈ നോട്ടീസ് അടിക്കുക അല്ലെങ്കിൽ എന്താ പറയാ പോസ്റ്റേഴ്സ് കൊടുക്കുക, അതൊക്കെ പറയുന്നത് ഏത് ടൈപ്പ് ഓഫിൽ വരുന്നതാണ്? ബിസിനസ് ടൈപ്പ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് കുട്ടികളെ അഡ്മിഷൻ വരാന്നുള്ളത് ബിസിനസ് ടൈപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബിസിനസ് ക്യാൻവാസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? നമ്മൾ നോട്ടീസ് കൊടുക്കുന്നു, നോട്ടീസ് അഡ്വർടൈസ്, അതായത് ഇപ്പൊ വീടുകളിൽ പോകാതെ എന്താണ് നമ്മള് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വണ്ടിക്കായിട്ട് വേണമെങ്കിലും നോട്ടീസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് പല സ്ഥലങ്ങളിലായിട്ട് ഒട്ടിക്കുന്നു. ഓക്കെ, അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. സ്കൂളിന്റെ ബിസിനസ് പരമായിട്ടാണ് അത്തരത്തിൽ അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുന്നത്. ആ രീതിയിൽ പ്രചരണം നടത്തി. പക്ഷെ എന്താണ്, ദിസ് ഈസ് നോട്ട് ഗിവിംഗ് എ സക്സസ്ഫുൾ റിസൾട്ട്. ഇത്തരത്തിൽ ജസ്റ്റ് ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫംഗ്ഷൻ പോലെ ജസ്റ്റ് പരസ്യമോ പോസ്റ്ററോ ഒക്കെ മാത്രം ഒട്ടിച്ചെടുത്താൽ എന്താണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ പോസ്റ്റർ കണ്ടിട്ട് കുട്ടികളെ സ്കൂളിൽ തന്നെ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല അല്ലെ. നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. എങ്കിലും കുറച്ചു പേരെങ്കിലും മാത്രമായിരിക്കുള്ളൂ ഇത്തരത്തില് എന്താണ് നോട്ടീസോ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് വരുന്ന കുട്ടികളെ ചേർക്കുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, നിങ്ങൾ എന്താണ് ക്യാൻവാസിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു ഡെഫിനീഷൻ പോലെ ഒന്ന് എഴുതി വെച്ചേ. ഡെഫിനീഷൻ പോലെ ഒന്ന് എഴുതാം കേട്ടോ. ക്യാൻവാസിംഗ് ഇൻ സ്കൂൾസ്, canvassing in schools, canvassing in schools refers to the, refers, R-E-F-E-R-S, refers to the, refers to the, refers to the process of, process of P-R-O-C-E-S-S, process of gathering information, gathering information, process of gathering information, comma, gathering information എഴുതിയിട്ട് comma ഇടാട്ടോ. Opinions, opinions, O-P-I-N-I-O-N-S, opinions, opinions or feedback, opinions or feedback, opinions or feedback from students, from students, from students, comma teachers, students, comma teachers, teachers, or parents, or parents, or parents, through T-H-R-O-U-G-H, through T-H-R-O-U-G-H, through various methods, through various, V-A-R-I-O-U-S, various methods. Various methods. ഒന്നുകൂടി വായിക്കാം. Canvassing in schools, canvassing in schools refers to the process of, refers to the process of gathering information, gathering information, comma, opinions or feedback from students, teachers or parents through various methods. എന്താണ് ഇവിടെ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്? ഇതാണ് മനസ്സിലായത് നിങ്ങൾക്ക് അത് വായിച്ചപ്പോ? പറയൂ.
ക്യാൻവാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിന്റെ ഇൻഫർമേഷനും ഒപ്പീനിയനും ഫീഡ്ബാക്ക് ഒക്കെ കുട്ടികൾക്കും പാരന്റ്സിനൊക്കെ എത്തിക്കുന്ന ഒരു മെത്തേഡ് ഇന്നൊരു പ്രോസസ് ആണ് എന്താ ക്യാൻവാസിങ്. ക്യാൻവാസിംഗ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് നോക്കൂ, ഇൻഡോർ ക്യാൻവാസ്. ഇൻഡോർ എന്ന് പറഞ്ഞ എന്താ? ഇൻഡോർ സ്കൂളിനകത്തുള്ള ക്യാൻവാസ് കൊടുക്കുന്നത് വിത്തിനാണോ? എന്താ പറയൂ, പറഞ്ഞോളൂ. സ്കൂളിന്റെ ഉള്ളിൽ നിന്നും കൊടുക്കുന്ന യെസ്, വിത്തിൻ ദ സ്കൂൾ അല്ലെ, സ്കൂളിനകത്ത് വെച്ച് കൊടുക്കുന്ന ക്യാൻവാസിനെയാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ്, കണ്ടിന്യൂ ഡിസിപ്ലിൻ, സ്ട്രിക്ട്ലി കോച്ച് ആൻഡ് എൻകറേജ്. ഓക്കെ, കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാം. ഇത് നമ്മൾ നോട്ട് ചെയ്യാം. ഇൻഡോർ ക്യാൻവാസിംഗ് ഇൻ സ്കൂൾസ്, നോട്ട് ചെയ്യാം കേട്ടോ. ഇൻ സ്കൂൾസ് refers to the, in schools refers to the, indoor canvassing എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. In schools refers to the process of gathering information, process of gathering information, opinion. നമ്മൾ നേരത്തെ എഴുതിയ കുറച്ച് ഭാഗങ്ങൾ അതേപോലെ തന്നെ എഴുതാം കേട്ടോ. Information, opinion or feedback from students, teachers or staff. Students, teachers or staff, or staff within the school premises. Within the school premises. Within, WITHIN, within the school premises. School premises എന്ന് പറയുന്നത് എന്താണ്? സ്കൂൾ പരിസരം കേട്ടോ. പ്രിമൈസസ് അല്ലെങ്കിൽ ചുറ്റുപാട്. PRE താഴെ തന്നെ കിടക്കുന്നുണ്ട് പ്രിമൈസിന്റെ കേട്ടോ. PREMISES, പ്രിമൈസസ്. Okay, next up. Indoor canvassing in schools refers to the process of gathering information, opinion or feedback from students, teachers or staff within the school premises. അപ്പോൾ എന്താണ് ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്? പറഞ്ഞേ, പറയൂ. Indoor canvassing in school refers to the process of gathering information, opinion, or feedback from students, teachers, or staff within the school premises. എക്സ്പ്ലെയിൻ ചെയ്യാമോ റേച്ചൽ? എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? സ്കൂളിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിനകത്ത് വെച്ച് തന്നെ നമ്മള് കുട്ടികളെ എന്ത് പറയുന്നു, എങ്ങനെയൊക്കെയായിരിക്കും അത്? ക്ലാസ് റൂം വിസിറ്റ് ചെയ്തുകൊണ്ട് അല്ലെ, ടീച്ചേഴ്സ് ക്ലാസ് റൂം വിസിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് സർവേ ചെയ്തുകൊണ്ട്. ഒന്നുകിൽ ക്ലാസ് റൂം വിസിറ്റ് ചെയ്ത് കൊടുത്ത് എന്താണ് ക്ലാസ്സിനകത്ത് വെച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, ക്യാൻവാസിംഗ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരോട് എന്താ പറയാ, അഡ്വർടൈസ്മെന്റ് അടക്കം അല്ലെങ്കിൽ പ്രോസസ് അത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. പാരന്റ്സിന് കൊടുക്കുന്നതിനും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് കുട്ടികൾക്കകത്ത് തന്നെ ടീച്ചേഴ്സ് കൊടുക്കുന്നു. പിന്നെന്താണ്? ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ് അല്ലെ, സ്കൂളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇൻഡോർ ക്യാൻവാസിംഗ് കൊടുക്കുന്നത് അല്ലെ. ക്ലാസ് മുറിയിൽ അകത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസിംഗ് കൊടുക്കുന്നത്. അങ്ങനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളത് വീടുകളിൽ പോയി പറയോ? വീട്ടിൽ വന്ന് പറയും അല്ലെ. ഓക്കെ, യെസ്, അതാണ് ഇൻഡോർ ക്യാൻവാസിംഗ് കൊണ്ട് നടക്കുന്നത്.
ഇനി നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നെഗറ്റീവ് ക്യാൻവാസിംഗ് വായിച്ചു നോക്കൂ. It is the best type of canvassing to adverse admission. This year will feature you multiples of admission in future. Admissions come in January are called the cheating admission. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഈ നെഗറ്റീവ് ക്യാൻവാസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും? അഡ്മിഷൻ കുറക്കാനല്ലേ? അഡ്മിഷൻ കുറക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ? അത് ആ സ്കൂളിന്റെ എന്താ പറയാ, പക്ഷെ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടല്ല, മൾട്ടിപ്പിൾ എന്താ പറയാ, അഡ്വേഴ്സ് അഡ്മിഷൻ, ക്യാൻവാസിംഗ് ടു അഡ്വേഴ്സ് അഡ്മിഷൻ, അതായത് അഡ്മിഷൻ ഇല്ലാത്തൊരവസ്ഥ. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ക്യാൻവാസിംഗിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നോട്ട് ചെയ്യാം, മനസ്സിലാവും, എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് കേട്ടോ. പിന്നെ സ്കൂൾ സെറ്റിംഗ്സ് എഴുതാം. In a school settings, in a school settings, in a school settings, in a school settings, refers to the act of, refers to the act of, refers to the act of act of spreading, spreading, S-P-R-E-A-D-I-N-G, spreading unfavorable, spreading unfavorable or misleading information, misleading, M-I-S-L-E-A-D-I-N-G, misleading information about, misleading information about someone, misleading information about someone, usually a teacher, usually a teacher, comma, student, teacher, comma, student, or staff members. A teacher, comma, students, or a staff members, or staff member, or staff member, in order to, in order, O-R-D-E-R, order to, in order to damage their, damage, D-A-M-A-G-E, damage their reputation, damage their reputation, damage their reputation. ഒന്നുകൂടി പറയാം. In a school setting refers to the act of spreading unfavorable or misleading information about someone, usually a teacher, student, or staff member, in order to damage their reputations. ഇത് വായിച്ചു നോക്കി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്.
നിങ്ങൾ പറഞ്ഞ എന്താണ് അപ്പൊ നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുമ്പോ? ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തില് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. മിസ്ലീഡിങ് ഇൻഫർമേഷൻ. ഈ അൺഫേവറബിൾ എന്ന് പറയുമ്പോ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയാണ് അൺഫേവറബിൾ മിസ്ലീഡിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോ? എന്തൊക്കെ ഇൻഫർമേഷൻസ് പറയാം അപ്പൊ? ടീച്ചേഴ്സിനെ കുറിച്ച് പറയാം അല്ലെ, ടീച്ചേഴ്സിനെ പറ്റി ഒരു മോശമായ അഭിപ്രായം പറയാം, സ്റ്റാഫ് മെമ്പേഴ്സിനെ പറ്റി, അവിടെ പഠിക്കുന്ന കുട്ടികളെ പറ്റി അല്ലെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ. അല്ലെങ്കിൽ ഇതൊന്നും കൂടാതെ തന്നെ ആ സ്കൂളിന്റെ ഇവിടെ പറയുന്നില്ല എന്താ പറയാ, സ്കൂളിന്റെ മറ്റു ഫെസിലിറ്റീസിനെ വരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് നെഗറ്റീവ് ക്യാൻവാസിംഗ് വരുന്നത്. അപ്പൊ എന്താണ് ആ സ്കൂളുകളിലൊക്കെ എന്ത് സംഭവിക്കുന്നു? അഡ്മിഷൻസ് കുറയാണ് അല്ലെ. ഒരിക്കലും പാരന്റ്സ് അവിടെ കുട്ടികളെ കൊണ്ട് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ആരാണ് ഈ നെഗറ്റീവ് ക്യാൻവാസിംഗ് കൊടുക്കുന്നത്? അപ്പൊ ആരായിരിക്കാം? വേറെ സ്കൂളിലെ മേ ബി അങ്ങനെ ഒരു ചാൻസും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെന്താണ്? പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് പറഞ്ഞില്ല. പാരന്റ്സ് ആയിരിക്കാം. പിന്നെ നമ്മൾ എന്തോ തലയിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാരില്ല, അവരുടെ പേര് പറഞ്ഞില്ലല്ലോ. ടീച്ചേഴ്സ് തന്നെ ആവും. അവരല്ല. എക്സിക്യൂട്ടീവ്സ്. എന്താണ് അറിയിച്ചത്? ഏകദേശം അടുത്ത് വരുന്നെങ്കിൽ ആ ഒരു ഒറ്റ വാക്ക് വരെ, ജസ്റ്റ് ഒരു വാക്കുള്ളത് നമ്മൾ എന്ത് പറയുമ്പോഴും പറയും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ആരാണ്? നാട്ടുകാര് അല്ലേ? അവരാണ് നെഗറ്റീവ് ക്യാൻവാസിന്റെ ഫസ്റ്റ്. സൊസൈറ്റി അല്ലെ. യെസ്, വെരി ഗുഡ്. സൊസൈറ്റി ആണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ? സൊസൈറ്റി ജസ്റ്റ് ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന എന്താണ് ആ സ്കൂളിന്റെ മൊത്തത്തിൽ ഒരു പേര് പോകും. ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ഒരാളോട് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിരിക്കും. മറ്റൊരാളോട് അയാളത് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് കൂട്ടി പറയും അല്ലെ. പിന്നെ അടുത്ത ആൾ എന്തായിരിക്കും? കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യും. പിന്നീട് അത് രസ്യമാവും അല്ലെ. പിന്നെ അതൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റും. അങ്ങനെയാണ് നമ്മുടെ നാടിൽ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിൽ. അങ്ങനെ ദൈവം കുറെ പേരെ നിയോഗിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മണ്ടത്തരങ്ങളും ഇത്തരത്തിലെ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാണ് ഇതിന്റെ ഏറ്റവും ഒരു ഭൂരിഭാഗം ചാൻസും നെഗറ്റീവ് ക്യാൻവാസിങ് ചെയ്യുന്ന കുറെ പേരെന്ന് പറയുന്നത് ആരാണ്? സൊസൈറ്റി തന്നെയാണ് അല്ലെ. പ്രത്യേകിച്ച് നാട്ടുകാർ. ആ സ്കൂൾ പരിസരത്തുള്ളവർ തന്നെ കുറെ പേര് തന്നെ ഇതിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ക്യാൻവാസിങ് ചെയ്യാറുണ്ട്. ചിലർ സ്കൂൾ അന്വേഷിച്ച് വരുന്നതായിരിക്കാം, പറയും അപ്പൊ തന്നെ പറയും അവിടെ ചേർക്കണ്ടാക്കാം, അവിടെ എന്താണ് അവിടെ ടീച്ചേഴ്സ് അത്ര പോരാ, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ലെന്നാണ് മറ്റു പാരന്റ്സ് വഴി നമ്മൾ അറിഞ്ഞത്. പിന്നെ അവിടുത്തെ ഭക്ഷണം പോരാ, ഭക്ഷണം നല്ല രീതിയിലല്ല കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നാണ് ഇവരവിടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. റിയാലിറ്റി. അത് റിയാലിറ്റി റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് 2 തരത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 തരം. ഒന്ന് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ്, ഇൻഡോർ ക്യാൻവാസിംഗ് ആണ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കുന്നതിൽ ഏതാണ് ബെറ്റർ ക്യാൻവാസിംഗ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതാണ് നല്ലത്? ഇതില് ഏത് രീതിയിൽ സ്കൂളിനെ കുറിച്ച് പ്രചരിപ്പിക്കുമ്പോഴാണ് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത്? ഇൻഡോർ ക്യാൻവാസിംഗ്. ഇൻഡോർ ക്യാൻവാസിംഗ് ആണ് അല്ലെ. ഓക്കെ, അതിന് താഴെയായിരിക്കും എന്ത് വരുന്നത്? ഡോർ ക്യാൻവാസിംഗ് വരുന്നത് അല്ലെ. ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് പറയുന്നത് ഇൻഡോർ ക്യാൻവാസിംഗ് താഴെയായിരിക്കും. എന്നുവെച്ചാൽ ടീച്ചേഴ്സിന് കുറച്ചുകൂടി എന്താണ് സ്കൂളില് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളോട് അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സ് ആ സ്കൂളുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാവരോടും നമുക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കും. അവര് വഴി എന്താണ് ഒരുപാട് അഡ്മിഷൻ നമുക്ക് കിട്ടും അല്ലെ. ഓരോ റിലേഷൻസ് അല്ലെങ്കിൽ കസിൻസ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ഓരോരുത്തരോട് ഇൻഫർമേഷൻ. ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഫാമിലി ഉൾപ്പെടുന്ന കുറച്ച് പേരെ കയറ്റാൻ സാധിക്കും അല്ലെ. കുറച്ച് അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ആ സ്കൂളിൽ എത്രയോ പേര് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്താണ് ആ സ്കൂളിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ചാൻസ് സാധിക്കുന്നത്. അതേപോലെ അവിടെ പ്രസന്റ്ലി പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്താണ് സാധിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പറയുന്ന ഇൻഫർമേഷൻസ് വീടുകളിൽ എത്തിക്കുകയും അതുവഴിയും സ്കൂളിലേക്ക് നമുക്ക് അഡ്മിഷൻ കൊണ്ടുവരാൻ. അതുപോലെ ഈ 3 തരത്തിലാണ് മെയിൻ ആയിട്ട് എന്താണ് ക്യാൻവാസിംഗ് നടത്തുന്നത്. ഓക്കെ, നെഗറ്റീവ് ക്യാൻവാസിംഗ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത്തരത്തിലും ക്യാൻവാസിംഗ് നടക്കുന്നുണ്ട്. അതായത് ഒരിക്കലും ആ സ്കൂളിൽ ചേർക്കാതിരിക്കാനായിട്ടാണ് അവർ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്.
പക്ഷെ ചിലവർ നെഗറ്റീവ് ക്യാൻവാസിൽ കേട്ടാലും അതൊന്നും മൈൻഡ് ചെയ്യാതെയും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന പാരന്റ്സും ഉണ്ട് അല്ലെ? അങ്ങനെയും ഉണ്ട്, 2 കാറ്റഗറി ഉണ്ട് അതില്. യെസ്, മനസ്സിലായോ എന്താണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്നത്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? കാര്യം മനസ്സിലായില്ലേ? പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, മോഡൽ എക്സാം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നോ? ആ നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടാവും, മെയിൻ എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ തന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പഠിക്കാറുണ്ടോ? അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ചാപ്റ്റേഴ്സ് കഴിയുമ്പോ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ല. റിവിഷൻ ഗ്രൂപ്പ് ഉണ്ട്. റിവിഷൻ ഗ്രൂപ്പ് ഉണ്ട്. റിവിഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, നല്ല കാര്യം. അതിന് ഗ്രൂപ്പ് ഉണ്ട്. അതാരാണ് അതിന്റെ എപ്പിനാണ്? അത് ഓക്കെ, റിഷാനെ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തതാ. നന്നായി നന്നായി, വളരെ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ? അപ്പൊ അതിൽ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചിട്ടുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. അതാരാണ് അവർ തീരുമാനിച്ചത്? നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിഷാനെയാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. മോഡൽ എക്സാമിന്റെ ഡേറ്റ് പറയോടോ മായ? പറയോട്ടോ. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഏകദേശം ആ ഒരു മോഡലിലൊക്കെ തന്നെ എനിക്കത് വരുന്നത്. ചിലപ്പോ നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് 1-2 വന്നിട്ടും വരാം കേട്ടോ മോഡലില്. പക്ഷെ മെയിനിൽ കുറച്ചുകൂടി വ്യത്യാസമായിരിക്കും. എന്നാലും എന്താണ് ഈ ഒരു ടൈപ്പ് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ. അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ തന്നിരുന്നില്ലേ? എത്ര മാർക്ക്, എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിരുന്നില്ലേ? വായിച്ചായിരുന്നോ? വായിച്ചു തന്നായിരുന്നു. എത്ര മാർക്കായിരുന്നു ഓരോ പാർട്ടിനും? ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വീതം. 100 ക്വസ്റ്റ്യൻസ് 2 മാർക്ക്. ഓക്കെ, അപ്പൊ 100 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നല്ലവണ്ണം വായിച്ചിട്ട് മാത്രം ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഭാഗം കണ്ടുകൊണ്ട് നമുക്കൊരു അട്രാക്ഷൻ തോന്നും. അതെനിക്ക് അറിയാവുന്നതാണ്. വേഗം പോയി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇതിപ്പോ കുറെ ഗ്യാപ്പ് എടുത്ത് വന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കും വായിച്ചു നോക്കും. 1-2-3 പ്രാവശ്യം ഒന്ന് പെട്ടെന്ന് വായിക്കുന്നുണ്ട്. ഒരുപാട് സമയം കളയരുത്. മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസിലേക്ക് എത്താൻ നോക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ഓരോ ക്വസ്റ്റിനും ഇത്ര സമയം വെച്ച് സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ ഇവരുടെ റിവിഷൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളും എക്സാം എഴുതി തുടങ്ങുക. ആരെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ അത് തന്നെ പ്രിപ്പയർ ചെയ്തെന്നിരിക്കുക. എക്സാം പോലെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ അഡ്മിൻ ആരാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. എക്സാം അങ്ങനെ എഴുതി നോക്കുക. അപ്പൊ ഒരാഴ്ച നിങ്ങൾ ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ച സമയത്ത് ആ ആഴ്ച തീരുന്ന സമയത്ത് എന്താണ് ഒരു എക്സാം ഇടാം. അത്തരം ചോദ്യവുമായി ബന്ധപ്പെട്ട് എക്സാം ഇടാം. നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുകയും ചെയ്യും, നിങ്ങൾ മറക്കാതിരിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? മിസ്സേ, ഞാൻ എപ്പോഴാ കേറിയത്? തീരുമാനിച്ചോ? ഷാൻ നിങ്ങൾ മറന്നുപോയി. ടൂർ പോകാൻ നിൽക്കുക. അതാ ഞാൻ കേറാതിരുന്നു. ഞാൻ മാറ്റിയായിരുന്നു. നിഷാന പറഞ്ഞിരുന്നു ടൂർ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ പോകൂലെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പോകാൻ തുടങ്ങുക. ഹസ്ബൻഡിന്റെ വീട്ടുകാർ വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് കയറാനാ. പോവാൻ നിക്കാണോ? അതെ, പോകാൻ നിക്കാം. അപ്പൊ ഹാപ്പി ജേണി പോയിട്ട് വന്നു. ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല. റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഒന്നും പറഞ്ഞില്ല. ശരി, ഓക്കെ ഷാന പ്ലീസ്. ഓക്കെ, അപ്പൊ റിവിഷൻ ഒക്കെ നന്നായിട്ട് എല്ലാവരും ഗ്രൂപ്പിലില്ലേടോ? എല്ലാവരും റിവിഷൻ ഗ്രൂപ്പിലുണ്ടോ? എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ആഡ് ചെയ്യണോട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ആഡ് ചെയ്യണേ. എല്ലാവർക്കും ഒരേപോലെ പഠിപ്പിക്കാവുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നസ്രത്ത് ഉണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ നസ്രത്ത്. Experience is the best teacher. Sign out by Nasrat. Nasrat, thank you so much. Next time, കേട്ടോ. Thank you, ma'am.